കാനരപ്പള്ളി ബിഷപ്പിനും കത്തോലിക്ക സഭയുടെ മുഖ്യപത്രമായ ദീപികയ്ക്കുമെതിരെ രൂക്ഷമായ അധിക്ഷേപങ്ങളുമായി ബി.ജെ.പി. നേതാക്കളായ പി.സി. ജോർജും മകൻ ഷോൺ ജോർജും രംഗത്തെത്തി. തിരഞ്ഞെടുപ്പ് വേളയിൽ കാനരപ്പള്ളി ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ യു.ഡി.എഫിന് അനുകൂലമായി നിലപാട് സ്വീകരിച്ചുവെന്നും മഠങ്ങളിൽ വിളിച്ച വോട്ട് ചോദിക്കുന്നുവെന്നുമാണ് പി.സി. ജോർജിന്റെ പ്രധാന ആരോപണം. മാധ്യമങ്ങളോട് സംസാരിക്കവേ അങ്ങേയറ്റം പ്രകോപനപരമായ ഭാഷയിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. കാനരപ്പള്ളി ബിഷപ്പ് അങ്ങേയറ്റത്തെ മര്യാദകേടാണ് കാണിച്ചതെന്ന് പി.സി. ജോർജ് കുറ്റപ്പെടുത്തി. സഭ എന്ന് പറഞ്ഞാൽ യു.ഡി.എഫ് ആണോ എന്നും അദ്ദേഹം ചോദിച്ചു. സഭയ്ക്ക് ചരിത്രത്തിൽ എന്തെങ്കിലും ഗുണങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് താൻ മുഖേനയാണെന്നും എന്നിട്ടും സഭ ഇത്തരമൊരു വൃത്തികെട്ട പണി ചെയ്യുന്നത് എന്തിനാണെന്നും അദ്ദേഹം ചോദിച്ചു. മെത്രാൻമാർ കാണിക്കുന്നത് പൂക്കൃത്തരമാണെന്നും രാഷ്ട്രീയം പറയുന്ന മെത്രാൻമാരെ രാഷ്ട്രീയക്കാരായി കണ്ട് നേരിടുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. പി.സി. ജോർജിന് പിന്നാലെ ദീപിക പത്രത്തിനെതിരെ മകൻ ഷോൺ ജോർജും കടുത്ത വിമർശനമുയർത്തി. ദീപികയിലെ ചില വ്യക്തികൾ തങ്ങളുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾക്കും നിക്ഷേപകർക്കും വേണ്ടി വാർത്തകൾ വളച്ചൊടുക്കുകയാണെന്ന് ഷോൺ ആരോപിച്ചു. സഭയുടെ മുഖപത്രം സഭയുടെ താല്പര്യങ്ങളാണ് സംരക്ഷിക്കേണ്ടതെന്നും നിക്ഷേപകരുടെ താല്പര്യങ്ങളല്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ദീപികയുടെ എഡിറ്റോറിയൽ പോളിസിയിൽ നിക്ഷേപകർ ഇടപെടുന്നുണ്ടോ എന്ന് അറിയാൻ സഭയിലെ വിശ്വാസികൾക്ക് അവകാശമുണ്ടെന്ന് ഷോൺ ജോർജ് വാദിച്ചു. സഭയുടെ ആശങ്കകളെല്ലാം ബി.ജെ.പി. നേതൃത്വം അംഗീകരിച്ചിട്ടുള്ളതാണ്. എന്നാൽ ദീപികയിൽ വരുന്നത് കോൺഗ്രസിന്റെ പരസ്യങ്ങളാണ്. പിതാക്കന്മാരുടെ പേരുപയോഗിച്ച് യു.ഡി.എഫിന് വേണ്ടി ചിലർ പണിയെടുക്കുകയാണെന്നും ഈ പ്രവണത നിർത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. FCRA വിഷയത്തിൽ സഭ ഉന്നയിച്ച ആശങ്കകൾ ബി.ജെ.പി. കേട്ടുവെന്നും അതുകൊണ്ടാണ് നിയമത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ തയ്യാറായതെന്നും ഷോൺ അവകാശപ്പെട്ടു. ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന വിഷയത്തിലായിരുന്നു നിയമ ഭേദഗതി. അത് ഏതെങ്കിലും ഒരു മതത്തെ ലക്ഷ്യം വെച്ചിട്ടുള്ളതല്ല. നിയമ ഭേദഗതിയുടെ പേരിൽ ഇല്ലാത്ത പ്രചാരണങ്ങൾ നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബി.ജെ.പി. വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ദീപികയുടെ നിലപാടിനെയും ഷോൺ ചോദ്യം ചെയ്തു. ദീപിക പത്രത്തിന്റെ 1-ാം പേജിലെ വാർത്തകൾ അമിത്ഷാ കണ്ടാൽ ഇനി എന്തെങ്കിലും ആവശ്യവുമായി സഭാ നേതാക്കൾക്ക് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകാൻ കഴിയുമോ എന്ന് അദ്ദേഹം ചോദിച്ചു. ബി.ജെ.പിക്ക് വോട്ട് ചെയ്യരുത് എന്ന് പച്ചയ്ക്ക് എഴുതി വെക്കുന്നത് സഹിപ്പിക്കാനാകില്ലെന്നും ഷോൺ കൂട്ടിച്ചേർത്തു. തിരഞ്ഞെടുപ്പ് സമയത്ത് പത്രത്തിലൂടെ ബി.ജെ.പിക്കെതിരെ ഇത്തരം പ്രചാരണം നടത്തിയാൽ പാർട്ടിക്കുള്ളിൽ തങ്ങൾക്ക് എന്ത് മറുപടിയാണ് നൽകാൻ കഴിയുകയെന്ന് ഷോൺ ജോർജ് ചോദിച്ചു. ദീപികയ്ക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ പാലാക്കാർ പിരിവെടുത്ത് നൽകാൻ തയ്യാറാണെന്നും പണത്തിന് വേണ്ടി കോൺഗ്രസ് അജണ്ട നടപ്പിലാക്കരുതെന്നും അദ്ദേഹം പരിഹസിച്ചു. പി.സി. ജോർജിന്റെ അധിക്ഷേപ പ്രസംഗങ്ങൾക്കെതിരെ സഭയ്ക്കുള്ളിലും പുറത്തും പ്രതിഷേധം ശക്തമായിട്ടുണ്ട്. മെത്രാൻമാരെയും സഭാപിതാക്കന്മാരെയും ഇവന്മാരെന്നും കുരയ്ക്കുന്നുവെന്നും വിശേഷിപ്പിച്ചത് വിശ്വാസികൾക്കിടയിൽ വലിയ അമർഷത്തിന് കാരണമായിട്ടുണ്ട്. മുമ്പ് സഭയുടെ പ്രിയങ്കനായിരുന്ന പി.സി. ജോർജ് ഇപ്പോൾ ബി.ജെ.പി. പാളയത്തിലെത്തിയതോടെ സഭയുമായി നേരിട്ടുള്ള പോരാട്ടത്തിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണിവിടെ. സഭയും ബി.ജെ.പിയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ ശ്രമങ്ങൾ നടക്കുന്നതിനിടെയാണ് പി.സി. ജോർജിന്റെ ഈ നീക്കം. കത്തോലിക്ക വോട്ടുകൾ ലക്ഷ്യമിട്ട് ബി.ജെ.പി. നടത്തുന്ന നീക്കങ്ങൾക്ക് പി.സി. ജോർജിന്റെ ഇത്തരം വിവാദ പ്രസ്താവനകൾ തിരിച്ചടിയാകുമോ എന്ന ആശങ്കയും ഒരു വിഭാഗം ബി.ജെ.പി. നേതാക്കൾക്കുണ്ട്. എങ്കിലും തന്റെ നിലപാടിൽ വിട്ടുവീഴ്ചയില്ലെന്ന സൂചനയാണ് പി.സി. ജോർജ് നൽകുന്നത്. വരും ദിവസങ്ങളിൽ സഭാ നേതൃത്വവും വിവിധ ക്രൈസ്തവ സംഘടനകളും ഈ വിഷയത്തിൽ ഔദ്യോഗിക പ്രതികരണവുമായി രംഗത്തെത്താൻ സാധ്യതയുണ്ട്. പാലാ കാനരപ്പള്ളി മേഖലകളിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ ഈ തർക്കം എപ്രകാരം ബാധിക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുകയാണ്. പി.സി. ജോർജിന്റെ ആരോപണങ്ങൾക്കെതിരെ യു.ഡി.എഫ്. കേന്ദ്രങ്ങളും പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്.